നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ റായ്ബറേലി, അമേഠി എന്നീ സീറ്റുകളിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായ ജയറാം രമേശ്. രണ്ട് സീറ്റിലും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് അധ്യക്ഷനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നും 24 മണിക്കൂറിനുള്ളിൽ തന്നെ നിർണായകമായ പ്രഖ്യാപനം വരും എന്നുകൂടി ജയറാം രമേശ് ഓർമ്മപ്പെടുത്തുന്നു. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ തങ്ങൾക്ക് ഒരു ഭയവുമില്ല. സ്മൃതി ഇറാനി അമേഠിയിലെ സിറ്റിംഗ് MP ആണ്. അതുകൊണ്ടാണ് അവർ അവിടെ പ്രചരണം നേരത്തെ തുടങ്ങിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രാജ്യവ്യാപകമായി തന്നെ പ്രചരണം നടത്തുകയാണ്. നാളെ വൈകുന്നേരം വരെ ദയവ് ചെയ്ത് കാത്തിരിക്കൂ. പ്രഖ്യാപനത്തിന് അധികം താമസമില്ല. പ്രഖ്യാപനം അധികം വൈകുന്നു എന്ന് പറയുന്നതിലും അടിസ്ഥാനമില്ല. മാധ്യമങ്ങൾ നിശ്ചയിക്കുന്ന സമയത്ത് ഒരിക്കലും തങ്ങൾക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ സാധിക്കില്ല എന്നുകൂടി ജയറാം രമേശ് പറയുന്നുണ്ട്. BJP റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ എന്നുള്ള മറുചോദ്യം കൂടി ജയറാം രമേശിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. അമേഠി, റായ്ബറേലി എന്നീ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സീറ്റുകളിലും സസ്പെൻസ് തുടരുന്നതിനിടയിലും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇവിടെ മത്സരിക്കുന്നത് സംബന്ധിച്ചുള്ള യാതൊരു സന്നദ്ധതയും അറിയിച്ചിട്ടില്ല. വയനാട് ഉപേക്ഷിക്കുമെന്നും കുടുംബാധിപത്യ ബന്ധം ശക്തിപ്പെടുമെന്നുമുള്ള BJP ആക്ഷേപങ്ങൾ തന്നെയാണ് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ഭയപ്പെടുത്തുന്നത്. കോൺഗ്രസ് പ്രഖ്യാപനത്തിന് പിന്നാലെ റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനാണ് BJP കാത്തിരിക്കുന്നത്. മറ്റന്നാളാണ് ഇവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. അമേഠി, റായ്ബറേലി സീറ്റുകളിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെയാണ് നാളെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ജയറാം രമേശ് പറയുന്നത്. തീർച്ചയായും ഈ രണ്ട് സീറ്റുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഇത് കോൺഗ്രസിന്റെ കുടുംബ സീറ്റ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന സീറ്റുകളായിരുന്നു. പക്ഷേ അത് പിന്നീട് രാഹുൽ ഗാന്ധിയിൽ നിന്നും സ്മൃതി ഇറാനി പിടിച്ചടക്കുന്നു. റായ്ബറേലി ആവട്ടെ സോണിയാഗാന്ധിയുടെ മണ്ഡലമായിരുന്നു. അവർ റായ്ബറേലിയിൽ നിന്നാണ് ലോക്സഭയിലേക്ക് എത്തിയിരുന്നത്. പക്ഷേ ഇക്കുറി രാജസ്ഥാനിൽ നിന്നാണ് രാജ്യസഭയിലേക്ക് സോണിയാഗാന്ധി പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റായ്ബറേലിയിൽ ഇനി ആരെത്തും എന്നുള്ള വലിയ ചോദ്യം കൂടി ഇപ്പോൾ ബാക്കിയുണ്ട്. തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ച് രണ്ട് സീറ്റുകളും അവരുടെ അഭിമാന പ്രശ്നം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സീറ്റുകളെ ചുറ്റിപ്പറ്റി ഇത്രയധികം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 24 മണിക്കൂർ കാത്തിരിക്കാനാണ് കോൺഗ്രസിന്റെ നേതൃത്വം പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും BJP റായ്ബറേലിയിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിക്കുന്നതും. എന്തായാലും ആ കാത്തിരിപ്പ് ഇപ്പോൾ തുടരുകയാണ്. ഇതിനിടയിൽ പല അഭ്യൂഹങ്ങളും വരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ആർക്കായിരിക്കും നറുക്ക് വീഴുക എന്ന് നാളെ അറിയാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.